കൊടുങ്ങല്ലൂർ ആർക്കൊപ്പമെന്ന് കണക്ക് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. കൊടുങ്ങല്ലൂരിൽ ഇത്തവണ ശക്തമായ മത്സരം നടന്നതായാണ് വിലയിരുത്തൽ. LDFന് വലിയ മുന്നേറ്റം പ്രവചിച്ചിരുന്ന മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണത്തിലൂടെ ഒപ്പത്തിനൊപ്പം എത്താനായെന്ന് UDF കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ വികസന മാതൃകയ്ക്ക് വോട്ട് ലഭിച്ചുവെന്നാണ് NDA നേതാക്കൾ പറയുന്നത്. കനത്ത ചൂടിൽ വെന്തുരുകുമ്പോഴും തളരാത്ത പോരാട്ട വീര്യവുമായി പോളിംഗ് ബൂത്തിലേക്ക് കൊടുങ്ങല്ലൂർ ഒഴുകി. അവസാന കണക്കുകൾ കിട്ടുമ്പോൾ 77.57% പോളിംഗ് നിരക്ക്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ പോൾ ചെയ്ത 1,45,229 വോട്ടർമാരിൽ 68,422 പുരുഷന്മാരും 76,807 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ ആരെ പിന്തുണയ്ക്കുന്നുവെന്നതാണ് ചോദ്യം. ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന കൊടുങ്ങല്ലൂർ തങ്ങൾ നിലനിർത്തുമെന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്നു. VR സുനിൽകുമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി പ്രചരണായുധമാക്കാനും സർക്കാർ നേട്ടങ്ങളെ ബോധ്യപ്പെടുത്തുവാനും കഴിഞ്ഞതായി ഇടതു കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. വയനാട് ഫണ്ട് തട്ടിപ്പ് കോൺഗ്രസിന് എതിരായി നടത്തിയ മികച്ച പ്രചരണം തന്നെയാണെന്ന് നേതാക്കൾ പറയുന്നു. പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വന്ന നിലയ്ക്ക് ഫണ്ട് തട്ടിപ്പ് ജനങ്ങൾക്കിടയിൽ ചർച്ചയായി എന്ന് തന്നെയാണ് LDFന്റെ വിശ്വാസം. എന്നാൽ ഉയർന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDFും. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കാലങ്ങളായി പല വാർഡുകളും കുടിവെള്ളക്ഷാമം നേരിടുന്നവയാണ്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ വലയുന്നതും വോട്ടായി മാറുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇത്തവണ കൊടുങ്ങല്ലൂർ വിജയം ഉറപ്പാണെന്ന നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് നേടുമെന്നാണ് UDF നേതാക്കൾ കണക്ക് സഹിതം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്.